ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിതാ നമ്മളെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ആന വ്ളോഗ്. ഇനി ഈ വ്ളോഗ് ഇടാൻ വൈകിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും മോശമായിപ്പോയി. കാരണം ഇത് 2 മാസങ്ങൾക്ക് മുന്നേ പോയൊരു ട്രിപ്പിൻ്റെ വ്ളോഗാണ്. തൃശ്ശൂർ പോകണ കുറച്ച് സീരീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ ഒന്നാമത് ഇത് എൻ്റെ ഫോണിലല്ലേ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കും എഡിറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ടൈമിൽ ആ സാധനം എൻ്റെ അടുത്തുണ്ടാവില്ല. അപ്പോൾ വിചാരിക്കും നാളെ ചെയ്യാം, നാളൊക്കെ സെറ്റാക്കിയിട്ട് നാളെ ചെയ്യാം. അങ്ങനെ വൈകി ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് ഇനി അടുത്ത കൊല്ലം കാണേണ്ടി വരും. അപ്പം ഞങ്ങളന്ന് തൃശ്ശൂർ പോയപ്പം ആനക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ തൃശ്ശൂർ പൂരത്തിനും അമ്പലത്തിലൊക്കെ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴൊക്കെ അവിടേക്ക് കൊണ്ടുവരുന്ന ആനകളെ സ്റ്റേ ചെയ്യിക്കുന്ന ഓരോ ഫുഡ് കാര്യങ്ങൾ നോക്കുന്നൊക്കെ കൂടി ആയിട്ടുള്ളൊരു സെറ്റപ്പുള്ളൊരു സംഭവമാണ് ആനക്കോട്ട. അപ്പോൾ അവിടെ പോയ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. ഞാൻ പിന്നെ ഒരു ഷോർട്സിൽ കണ്ടിട്ടുണ്ട്, ഈ ആന ഇങ്ങനെ ഇളകുന്നത് എന്തോ ഒരുക്കുന്ന മതപ്പാടോ അങ്ങനെ എന്തോ വന്നിട്ടുള്ളതാണെന്ന് കണ്ട്. അതിൻ്റെ കമൻസ് നോക്കിയ ടൈമിൽ ഞാൻ കണ്ടിരുന്നു. അതെന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക എന്താണ് അങ്ങനെ സംഭവം എന്നുള്ളത്. പിന്നെ നല്ല അത്യാവശ്യത്തിന് ചൂടുള്ളതുകൊണ്ട് തന്നെ ഈ മണ്ണെടുത്തുങ്ങാണ്ട് ഇവർ മേത്ത് കയറിയ, നമ്മളെ മേത്തേക്കല്ല, ഓരോ സ്വയം മേത്തേ കയറിയ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് അത് ചെയ്യില്ല. ഞാൻ വേറെ എങ്ങോട്ടെങ്കിൽ തിരിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാവും അത് പിന്നെയും ചെയ്യും. അങ്ങനെ ഞാൻ കുറേ നേരം ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കളിച്ചിട്ടുണ്ട്. കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ആനകൾ തന്നെയാണ് ഫുള്ള് കാണാനുള്ളത്. ഒരു 30-20 അതിൻ്റെ ഒരു റൗണ്ടിൽ എന്തായാലും ആനകൾ അവിടെ ഉണ്ട്. കുറേയൊക്കെ അമ്പലത്തിൻ്റെ പ്രോഗ്രാമിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നമുക്ക് ആനകളുടെ അടുത്തേക്ക് പോകാനോ അതൊന്നും പറ്റുന്നില്ല. ആനൻ്റെ പാപ്പാനൊക്കെ കൂടെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഫൈനലി ആനനെ തൊടാൻ പറ്റി. അതെനിക്ക് ചെറിയൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് മണ്ണ് മേത്തേ കയറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം കാത്തുന്നത്. അതാണെങ്കിൽ ഞാൻ നോക്കുന്ന സമയം അത് ചെയ്യില്ല. എല്ലാത്തിനും ഞാൻ ക്യാമറ ഓഫാക്കിയിരുന്നങ്ങാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതാണ് ചെയ്യുന്നത് കാണാം. ഒരു അമ്പലമുണ്ട്, അതിൻ്റെ അടുത്തുള്ള കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. കുറേ ആനകളുണ്ടല്ലോ. അപ്പോൾ ഓരോ ഷെഡ് ഓരോ ആനകൾക്ക് അതേമാതിരി പാപ്പാന് കാര്യങ്ങളുണ്ടാവും. ഓർക്ക് വേറെ ഷെഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞങ്ങൾ മറൈൻ വേൾഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ സ്പോട്ടോ, കാരണം തൃശ്ശൂരാണല്ലോ, ആനകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ സ്പോട്ട് ഇങ്ങനെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നൊന്നും അവിടെ പോയി നോക്കാമല്ലോ. എന്താ അറിയാലോ, മിക്ക ആൾക്കാരും പറഞ്ഞാൽ അവിടെ ഇപ്പം ഉണ്ടാവില്ല, ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഉത്സവ സീസണാണ്. ഞങ്ങൾ പോയ ടൈമിൽ ഉത്സവ സീസണിന്. അപ്പോൾ ആനകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് കുറച്ച് ലേറ്റായിപ്പോയി എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. കാരണം അതിൻ്റെ കുളി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ സിംബ ബെല്ലറ്റ് ആവണേന്ന്. എപ്പോഴാണ് ഈ ടൊടി ഉണ്ടാവുക വെള്ളം കാണുമ്പോഴത്തേന്. ഇതാണ് നല്ല സുഖസുന്ദരമായിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അറുപത്തിച്ചില്ലാനുള്ളൊരു ആനക്കോട്ടയാണ് ഇത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള ഇതാണ് ഈ ആനക്കോട്ട. ഇപ്പോൾ ഇത് പുനലൂർ ആനക്കോട്ട എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഇതേമാതിരി ഫുൾ ആനകളെ സംഭവങ്ങൾ തന്നെ കാണാനുള്ളത്. പറ്റുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ നേരെ പോയത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ അവിടെ പോയതിന് ശേഷം ഞങ്ങൾ ഫുഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയതായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ കഴിച്ചു, ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ലഞ്ച് കഴിച്ച് ചോറുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ച. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പഴയ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ.